ദിനേശ് ചേട്ടാ സപ്പോട്ട അല്ലേ? അതെ. നിറച്ച് കായുണ്ടല്ലോ. നിറച്ച് കായ്ച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കായ്ക്കുന്നത്. ഇത് നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് കൂടുതൽ നമ്മൾ വാവലിലാണ് വിട്ടിരിക്കുന്നത്. അത്യാവശ്യമൊക്കെ നമ്മൾ പറിക്കാന്നുള്ളൂ, ആർക്കും വേണ്ടി സാധനം. ഓ ശരി. നന്നായിട്ട് ഷെയ്ക്ക് അടിക്കാനൊക്കെ ഏറ്റവും പറ്റിയ സാധനമാണ്. നല്ല മധുരമുള്ളതാണ്. കൂടുതലും വാവലാ കൊണ്ടുപോകും. നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല. അത്ര ഇല്ല. പക്ഷികളെല്ലാം പെരുകിയിട്ട് നമുക്ക് കൃഷിക്കാരനൊന്നും നിലനിൽക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലോട്ടാണ്. അതെ അതെ. ഈ വാവലിനൊന്നും തൊടാൻ പറ്റിയല്ലോ. ഇല്ലില്ല. അതാണ് ഇതിനകത്തൊരു പ്രശ്നം. സർക്കാർ പറയുന്നത് പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കാനാണ്. അതെ അതെ അതെ, സർക്കാരിന് പറയാം. പക്ഷെ കൃഷിക്കാരൻ എന്ത് ചെയ്യും? അതാണല്ലോ ഇപ്പൊ ഒരു വിഷയം. അതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ആരും അനങ്ങയല്ല, എല്ലാരും വലിയ ബുദ്ധിക്കാരാ, അനങ്ങാണ്ട് നിൽക്കും. ആ മുഴുപ്പൊക്കെയാണുള്ളത് സപ്പോർട്ട. പക്ഷെ ഊട്ടക്കത്തെ മധുരം. ശരി. ഷുഗർ പേഷ്യൻസിന് പറ്റിയ അതില്ല. പിന്നെ ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് എല്ലാം ഔഷധ ഗുണമാണല്ലോ. ഈ വേനൽക്കാലത്തെ ഇതിനകത്ത് AC-യുടെ സൗകര്യമല്ലേ? നല്ല സുഖമാണ്. ഇതിന്റെ ഇലക്കൊക്കെ കട്ടിയുള്ളതുകൊണ്ട് അത് നല്ലൊരു തണുപ്പാണ്. നല്ല സുഖമാണ്. ഷുഗറിന്റെ ഒരു താപം ഇങ്ങ് വരികയല്ല. അതില്ല, ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ഇതിനൊന്നും ഇരിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഇതില്ലേ കല്ലൊക്കെ ഇട്ടിരിക്കുന്നില്ലേ അവിടെ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ഈ കമ്പനീസിന് വിലോണ ഉണ്ടെങ്കിൽ ഊഞ്ഞാലും കെട്ടാം. ഊഞ്ഞാലും കെട്ടാൻ കുറേയൊക്കെ കെട്ടാൻ വലിയ കമ്പയിലൊക്കെ കുഴപ്പമില്ല. ഇതിനകത്ത് പക്ഷി കൂട്ടുകൂട്ടാറുണ്ടോ? പക്ഷി അങ്ങനെ വരാറില്ല. ഇപ്പൊ പെരയോട് ഇത്ര ചേർന്നായതുകൊണ്ട് പക്ഷികളൊക്കെ തീരെ കുറവാണ്. സാധാരണ ഈ ചില കിളികളൊക്കെ വീടിനോട് ചേർന്ന് മറ്റു കിളികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി കൂട് കൂട്ടാറുണ്ട്. പക്ഷെ ഇതേലങ്ങനെ കാണാറില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ വാവലാള് മുഴുവൻ അവര് പറിച്ചോളും കൃത്യമായിട്ട്.